രുചി ഫ്യൂഷനിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ജീതുമോൾ ആൻഡോ. നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഇന്ന് മാങ്ങക്കറിയാണ്. ഇത് മാങ്ങക്കറിക്ക് വേണ്ടി ആവശ്യമുള്ള സാധനങ്ങളാണ്. ഇത് 1 പാല്, ഇത് 2 3 പാല് കൂടി ഇത് മിക്സ് ചെയ്തത്, ഇത് ഒരു ചുവന്നുള്ളിയും വേപ്പിലയും വറ്റൽമുളകും, ഇത് മുളക് പൊടി 1 ടീസ്പൂണ് നമ്മൾ ചൂടുവെള്ളത്തില് 3 ടീസ്പൂൺ ചൂടുവെള്ളത്തില് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നു. ഇത് മല്ലിപ്പൊടി 2 ടീസ്പൂണ് 3 ടീസ്പൂൺ ചൂടുവെള്ളത്തില് നമ്മള് വെച്ചിരിക്കുന്നു. ഇത് മാങ്ങ 3 മാങ്ങയാണ്, ചെറുതാണ്, നല്ല പുളി കൂടുതലുള്ളത് കാരണം നമ്മള് ചൂടുവെള്ളത്തില് 1 ഗ്ലാസ് ചൂടുവെള്ളത്തില് നമ്മൾ വെച്ചിരിക്കുകയാണ് പുളി കുറയാൻ വേണ്ടിയിട്ട്. പിന്നെ അടുത്തതായിട്ട് നമ്മള് 5 പച്ചമുളകും 3 സവോളയും 2 ചെറുള്ളിയും വേപ്പിലയും കുറച്ച് ഉപ്പും കൂടിയിട്ട് നമ്മൾ കൂട്ടി തിരുമ്പാനായിട്ട് വെച്ചിരിക്കുന്നു. നമ്മള് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മൾ ഇത് കൂട്ടി തിരുമ്പാൻ പോവാണ്. നമ്മൾ 5 മിനിറ്റ് ഇങ്ങനെ കൂട്ടി തിരുമ്പ, നന്നായി കൂട്ടി തിരുമ്പ. ഇതിലേക്ക് നമ്മളൊരു 1.25 ടീസ്പൂൺ മഞ്ഞപ്പൊടി നമ്മൾ ഇട്ട് വെച്ചിട്ടുണ്ട് കൂട്ടി തിരുമ്പിയില്. നമുക്ക് ഇനി ചെയ്യേണ്ടത് മല്ലിപ്പൊടി, അത് നമ്മൾ 2 ടീസ്പൂൺ വെള്ളത്തിൽ ചാലിച്ച് വെച്ചിട്ടുള്ള മല്ലിപ്പൊടി ഇടാ. മുളകുപൊടി 1 ടീസ്പൂൺ വെള്ളത്തിൽ ചാലിച്ചിട്ടുള്ളതും അതും കൂടി മിക്സ് ചെയ്യാം നന്നായിട്ട്. അതിനുശേഷം നമ്മൾ 2 3 പാലില് നാളികേര പാല് അതിടാ, അത് മൊത്തം ഒഴിക്കുക. നമ്മള് 1 പാല് കുറച്ച് ഒരു ടേസ്റ്റിന് വേണ്ടിട്ട് 1 പാലും കൂടി കുറച്ചും കൂടി ഒഴിക്കാം. നമുക്ക് ഇതിന് അടുപ്പത്ത് വേവിക്കാറായി. ഗ്യാസ് ഒന്ന് വെക്കാം, ഗ്യാസ് ഓണാക്കാം. എടുത്തിട്ട് തിളച്ചിട്ടുണ്ട്. നമുക്ക് ഇതിനുള്ളിലേക്ക് ഇനി മാങ്ങിടാം. നമ്മൾ ഈ മാങ്ങ നമ്മള് ഇളക്കണതിന് പകരം അങ്ങനെ ഇടയ്ക്കൊന്ന് ചുറ്റിച്ച് നോക്കുക. പിന്നെ ഉപ്പ് കുറവാണെങ്കിൽ നമ്മള് ഇപ്പൊ ഉപ്പിട്ട് നോക്കിയിട്ട് ഉപ്പിട്ട് ഇതാക്കുക. പിന്നെ നമുക്ക് ഇവിടെ നാളികേര പാല് വെച്ചിട്ടുണ്ട്. ഈ മാങ്ങ വെന്ത് കഴിയുമ്പോൾ നമ്മൾ നാളികേര പാല് ഇതിലേക്ക് ഒഴിക്കുക. 1 പാല് മാങ്ങ ഇട്ടിട്ട് 5 മിനിറ്റ് കഴിഞ്ഞിട്ട് ഒരു 7 മിനിറ്റ് കഴിഞ്ഞിട്ട് വെന്തുണ്ടോ നോക്കിയിട്ട് നമ്മൾ നാളികേര പാല് ഒഴിക്കാൻ പോവാണ്. നാളികേര പാല് ഒഴിച്ചിട്ട് നമ്മളിതിന് മാറ്റി വെക്കുകയാണ്. നാളികേര പാല് ഒഴിച്ചിട്ട് തിളച്ചിട്ടുണ്ട്. നമ്മളിനി ഇത് മാറ്റി വെക്കുകയാണ്. നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുകിട്ടിട്ട് ചുവന്നുള്ളിയും വേപ്പിലയും വറ്റൽമുളകും ഇട്ടിട്ട് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മളിനി തിളച്ച് വെച്ച ഈ മാങ്ങക്കറിയിലേക്ക് നമ്മൾ ഇതിടാം. രുചിയുള്ള മാങ്ങക്കറി നമ്മുടെ റെഡി ആയിട്ടുണ്ട്. ഇന്നത്തെ വിഭവം നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞങ്ങൾ കരുതുന്നു. നിങ്ങളെല്ലാവരും വീട്ടിൽ പരീക്ഷിച്ച് നോക്കണം.